വചനം പറയുന്നു, കർത്താവിന്റെ കാലത്ത് ഭൂമിയിലെ ചെടികളും പുല്ലുകളും കല്ലുകളും നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന ഒരു കാലം വരുമെന്ന്. അങ്ങനെ ഒരു കാലം വന്നാൽ അതിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ സ്കിറ്റ്, കല്ലിനു മുമ്പൊരു സാക്ഷ്യം. ജീവിതകാലം മുഴുവൻ ഈ വഴിവക്കത്ത് കിടക്കാനാണ് നമ്മുടെ വിധി. ഇനി കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് ആർക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യാം. ഇപ്പോൾ ഈ മനുഷ്യരോട് എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല, അല്ലേ ചങ്ങാതി? ശരിയാടാ, ഈ മനുഷ്യർ വെറും മണ്ടന്മാരാ. ദൈവത്തിന്റെ മക്കളാകുവാൻ അവർക്ക് അവസരം കിട്ടിയിട്ടും അവർ ലോകത്തിന്റെ പുറകെയാണ്. ഹൈടെക് ആണത്രേ ഹൈടെക്, വിരൽത്തുമ്പിലെ ലോകം. ഒരു സ്മാർട്ടായ വ്യക്തി വരുന്നത് കണ്ടോ? Since the last time that I saw you, girl, why is it that you just run away? What is it that you don't wanna say? What is it that you don't wanna say? ഒരു കുട്ടി കർത്താവിന്റെ ട്രാക്റ്റുമായി നിൽക്കുന്നു, നീ കണ്ടോ? ചേട്ടാ ഇതാ. Bullshit excites me. അയ്യോ, പാപിയായ മനുഷ്യൻ, പാപം പാപം. മറ്റൊരു വ്യക്തി വരുന്നു, നീ കണ്ടോ? ഹലോ, ശരി ശരി, എല്ലാം പറഞ്ഞതുപോലെ തന്നെ. ശരി, ഓക്കെ ഓക്കെ. നിനക്കും നിന്റെ കുടുംബത്തിന് പണി ചെയ്ത് ജീവിച്ചൂടെ? സുശോഷല എന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി നടക്കുക ഒരു കൂട്ടം ജനങ്ങൾ. സാറേ, ഇതിനു വേണ്ടിയല്ല ദൈവം ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത്. ഓ പിന്നെ കുറ്റം ചെയ്തു ഞാനും കുപ്പിയും. ഓ ചേട്ടാ ഇതാ ട്രാക്ട്. എന്നാ കുപ്പി, എന്നാ കുട്ടി, ഇത് വായിക്കൂ. കൊച്ചേ, ഒരു പേപ്പറും കൂടി തരാമോ? ചേട്ടാ ഇതാ. അയ്യോ ചേട്ടാ, അത് ട്രാക്റ്റ് ആണ്. ദൈവമേ, ഈ മനുഷ്യൻ ജഡീകരാണല്ലോ. ട്രാക്ട് വായിച്ചു, തെരുവിൽ സുവിശേഷം കേട്ടു, സുവിശേഷ സീഡികൾ കണ്ടു, എന്നിട്ടും അവർ രക്ഷയിലേക്ക് കടന്നു വരുന്നില്ല. ലോകം പാപത്തിൽ ജീവിക്കുന്നു, പാപം അവരെ പാതാളത്തിലേക്ക് നയിക്കുന്നു. അയ്യോ എന്റെ മാല. അവിടെ അയ്യോ രക്ഷിക്കണേ, എന്നെ കൊല്ലാൻ വരുന്നേ. പാപം പാപം സർവത്ര പാപം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഈ പാപത്തിനെല്ലാം ഞങ്ങൾ സാക്ഷികളാണല്ലോ. കർത്താവേ, അവർക്ക് അവസാനം കിട്ടിയതാണ്. ഞങ്ങൾ സാക്ഷികൾ. അവർ പാപികൾ, മദ്യപാനികൾ, കൊലപാതകികൾ, വെറുക്കൂത്തുകാർ. ഞങ്ങൾ സാക്ഷികൾ, ഞങ്ങൾ സാക്ഷികൾ.
നിങ്ങളെയും ഇതുപോലെ വിധിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവം തരുന്ന അവസരങ്ങൾ നിത്യതയ്ക്കായി ഒരുക്കുക.